ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ്, ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഒരു ഓപ്ഷൻ വരും, OTP വരാനായിട്ട് നിങ്ങളുടെ ഈ മൊബൈൽ നമ്പറിൽ OTP വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതാണ്. ഒരു OTP വരുന്നതാണ്. ഈ വന്നിരിക്കുന്ന OTP, ഇവിടെ മൊബൈലിൽ വന്നിരിക്കുന്ന OTP ടൈപ്പ് ചെയ്യാം. ഇത് ഡയറക്റ്റ് അപ്സ്റ്റോക്സ് തന്നെയാണ് OTP വരാം. OTP ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ ഒന്നും കൂടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. OTP വരുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നു. ഒന്നില്ല നിങ്ങൾ ജിമെയിൽ സൈൻ ഇൻ ആണെങ്കിൽ ജിമെയിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മാനുവലി ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് കണക്ട് ചെയ്യണം. അങ്ങനെ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ID-യിലേക്കും ഒരു OTP വരുന്നതാണ്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എൻ്റെ മെയിൽ ID-യിൽ OTP വന്നിട്ടുണ്ട്. ഞാൻ അതിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവിടെ മാരീഡ് ആണോ അത് ഫില്ല് ചെയ്യാം. പിന്നെ എത്ര വർഷം ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഓക്യുപ്പേഷൻ പ്രൈവറ്റ് ജോലിയാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലാണോ, അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ് അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് കണ്ടിന്യൂ നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതാണ്. ഈ കാണുന്ന സ്ഥലത്ത് പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇവിടെ ഞാൻ പാൻ ഡീറ്റെയിൽസ് അടിക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിലുള്ള പോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടതാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പാൻ കാർഡിലുള്ളതുപോലെ തന്നെ കൊടുക്കണം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ പേരിവിടെ കാണിക്കും. അതിനുശേഷം അത് പേര് കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാം. ഇതേ പേരായിരിക്കണം ബാക്കി എല്ലാ സ്ഥലത്തും കൊടുക്കേണ്ടത്. ഇവിടെ അഡ്രസ്സ് കൺഫേം ചെയ്യേണ്ടതാണ്. വേറെ അഡ്രസ്സ് ആണെങ്കിൽ ആ അഡ്രസ്സ് മാറ്റിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡിൽ കൊടുത്ത മാരത്തെ അഡ്രസ്സ് ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ വെരിഫൈ ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിൽ നിന്നാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ലാപ്ടോപ്പിൽ നിന്ന് ഈ ഫോട്ടോ വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് മൊബൈലിൽ ഈ ലോഗിൻ ചെയ്യാം. അപ്സ്റ്റോക്കിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്സ്റ്റോക്കിൻ്റെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാമറ ഫോട്ടോ വെരിഫൈ ചെയ്യാവുന്നതാണ്. ക്യാമറ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോണിലൂടെ വെരിഫൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫോണിൽ തന്നെയാണ് നിങ്ങൾ ഈ സെൽഫി വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ ഈ അക്കൗണ്ട് ഹോൾഡർ സെൽഫി ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് വെരിഫൈ ചെയ്യുക. ഇതിൽ കൊടുത്ത മാതിരി ഇതിലെന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ
ഇതുപോലെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഷർട്ട്ലെസ് ഫോട്ടോ കൊടുക്കാൻ പാടില്ല. ഫേസ് മൊത്തം ലൈറ്റ് ചെയ്ത ഒരു സ്ഥലത്തു നിന്നായിരിക്കണം. കൂളിംഗ് ഗ്ലാസ് ഇടാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളെ മുടി കവർ ചെയ്യാൻ പാടില്ല. ക്യാപ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ പാടില്ല. വേറെ ആളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല. പിന്നെ ഷർട്ട് ഇടാത്ത ഫോട്ടോ ആയിരിക്കരുത്. നല്ല ലൈറ്റുള്ള റൂമിൽ നിന്നായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. ഞാനിത് വെരിഫൈ ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഇവിടെ 2 രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാം. ഒന്ന് UPI ID വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. അതായത് നമ്മൾ ഈ UPI നിങ്ങൾ ഏത് ബാങ്ക്, അതായത് നിങ്ങൾ ഈ അപ്സ്റ്റോക്കുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഏത് UPI ആപ്ലിക്കേഷനിലാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത്, ആ UPI ആപ്ലിക്കേഷൻ്റെ UPI ID ഉണ്ടാവും. ആ UPI ID ഒന്നില്ലെങ്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നേരെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ സ്കാനർ ഉപയോഗിക്കുക, എന്നിട്ട് ഇത് സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ സ്കാനർ ഉപയോഗിക്കുക, ഇത് സ്കാൻ ചെയ്യുക. ഇത് സ്കാൻ ചെയ്ത്, പക്ഷെ നിങ്ങൾ ഏത് ബാങ്കാണോ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ ബാങ്കിന്റെ ലിങ്ക് ചെയ്ത് ഗൂഗിൾ പേ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വെച്ച് സ്കാൻ ചെയ്തിട്ട് ഇത് കൺഫേം ചെയ്യുക ഗൂഗിൾ പേയിൽ. ഞാനതെങ്ങനെ കൺഫേം ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് കൺഫേം ചെയ്യുക, ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ വെച്ച് കൺഫേം ചെയ്യുക. അതിൽ ₹1 എടുക്കുന്നതായിരിക്കും. അത് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതല്ലാതെ മറ്റൊരു വഴി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് മാനുവലി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2 ഇതിലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവിങ്സ് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ, പിന്നെ IFSC കോഡും പേരും സേവ് ചെയ്യുക. പേര് നിങ്ങൾ പാൻ കാർഡിലുള്ള പോലെ തന്നെ ആയിരിക്കണം. എവിടെയൊക്കെ പേര് കൊടുക്കുന്നോ അത് പാൻ കാർഡിലുള്ള പോലെ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ അക്കൗണ്ട് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. ഈ ഒരു ഫീൽഡിൽ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാം. ഇവിടെയും അക്കൗണ്ട് നമ്പർ തന്നെ എൻ്റർ ചെയ്യാം, സെയിം അക്കൗണ്ട് നമ്പർ. അക്കൗണ്ട് നമ്പർ മാച്ച് ആയില്ലെങ്കിൽ, മേളിനും താഴെയും മാച്ച് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് കാണിക്കും. അതിനുശേഷം IFSC കോഡ് എൻ്റർ ചെയ്യേണ്ടതാണ്, കാനറ ബാങ്കിൻ്റെ IFSC കോഡ്. കാനറ ബാങ്കിൻ്റെ ആണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാനറ ബാങ്കാണ്. കാനറ ബാങ്കിൻ്റെ IFSC കോഡ് ഉപയോഗിക്കാം. അല്ല മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കും. ബാങ്ക് ലിങ്ക് ചെയ്ത ബാങ്കുമായിട്ടുള്ള പേരിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഏത് പേരാണോ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ടിൻ്റെ പേര് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഏത് ആളുടെ പേരിലാണോ ബാങ്ക് അക്കൗണ്ട് ഈ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതേ അതേ പേരിലുള്ള ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കൊടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം സേവിങ്സ് ആണോ കറണ്ട് ആണോ സെലക്ട് ചെയ്യുക, ഇത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അത് ബാങ്ക് ഡീറ്റെയിൽസ് കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ അപ്സ്റ്റോക്കിൻ്റെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ കമ്മീഷൻ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഒരു സിഗ്നേച്ചർ കൊടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മാനുവലി ഇവിടെ ഡ്രോ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഓൾറെഡി ഈ സിഗ്നേച്ചർ വേറെ എവിടെയെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. സിഗ്നേച്ചർ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏതൊക്കെ സെഗ്മെൻ്റ് ആണോ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ആ സെഗ്മെൻറ്റുകൾ ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മാത്രമാണെങ്കിൽ ഇത് മാത്രം
കൊടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ട്രേഡ് ചെയ്യണമെങ്കിൽ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാം സെലക്ട് ഓൾ കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ സാലറി സ്ലിപ്പ്, അതായത് നിങ്ങൾ മറ്റ് സെഗ്മെൻറ്റുകൾ ആക്റ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് 6 മന്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുക. അതായത് സാലറി സ്ലിപ്പ് ആണെങ്കിൽ 3 മാസത്തെ സാലറി സ്ലിപ്പ്, ITR ആണെങ്കിൽ ITR, റീസെൻ്റ് ITR, അല്ലെങ്കിൽ DP, അതായത് മറ്റേതെങ്കിലും കമ്പനി നിങ്ങൾക്ക് ഷെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് ഡീറ്റെയിൽസ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തൽക്കാലം ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്ന്, ഇവിടെ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കാനറ ബാങ്കാണ്. കാനറ ബാങ്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൂടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് മാനുവലി അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയുടെ ലാസ്റ്റിൽ. തൽക്കാലം ഞാൻ മാനുവലി ചെയ്യാണ്. ഞാൻ ആ ഫോർമാറ്റ് ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആ ഫോർമാറ്റ് ചെയ്യാം. 6 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. അതിൽ ഒരു മാസം, ഈ 6 മാസത്തിനിടയിൽ 5000 രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കണം. അങ്ങനത്തെ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്യാണ് ഈ ഡീറ്റെയിൽസ്. ഞാൻ കണ്ടിന്യൂ കൊടുക്കണം. ഇപ്പോൾ വൺ മണി എന്നുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾക്ക് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്സ്റ്റോക്കിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും ആദ്യം കൊടുത്തിരുന്ന മൊബൈൽ നമ്പറും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടോ? ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് നിങ്ങൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറും നിങ്ങൾ ഏത് ബാങ്കാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാനുവലി 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യേണ്ട 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. ഞാനിത് കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ച് ആവുന്നതാണ്. ആ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് ഡാറ്റ ഷെയറിങ് കൊടുക്കാവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻകം പ്രൂഫ് വെരിഫൈ ആയിട്ടുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ നോമിനി നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഇവിടെ ഓപ്റ്റ് ഔട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും നോമിനി ആഡ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നോമിനി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അമ്മയാണോ, ഹസ്ബൻഡോ വൈഫാണോ, സ്പോസ് കൊടുക്കുക. അല്ല സൺ, മകനോ മകളോ ആണെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നോമിനി ഇപ്പോൾ 2 നോമിനി ഉണ്ട്, 2 നോമിനി ആഡ് ചെയ്യാം. 3 4 ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പെർസെൻറ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ് നോമിനി ഡീറ്റെയിൽസ്. തൽക്കാലം ഞാൻ എല്ലാവർക്കും 100% ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നോമിനിക്ക് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇയാൾ മരണപ്പെടുകയാണ് എത്ര പെർസെൻറ്റേജ് ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു ഡിവൈഡ് ഈക്വലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഈക്വലി ആയിട്ട് ഷെയർ ആവുന്നതായിരിക്കും. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആധാർ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യണം. അതായത് നിങ്ങൾ സൈൻ ചെയ്യണം, സൈൻ ചെയ്യണം. നിങ്ങളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് സൈൻ ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ സൈൻ ഇൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി ഈ പേജ് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഈ പേജ് ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ പോപ്പപ്പ് എനേബിൾ ചെയ്യണം. ഈ ക്രോം ബ്രൗസറിൽ പോപ്പപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അതെങ്ങനെ എനേബിൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പം പോപ്പപ്പ് എനേബിൾ ചെയ്താൽ മാത്രമേ ചിലവർക്ക് ഈ വിൻഡോ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഇതൊരു വിൻഡോ, ഇത് മറ്റൊരു വിൻഡോ, ഇങ്ങോട്ട് ഈ മറ്റൊരു വിൻഡോയിലേക്ക് വരുള്ളൂ. അത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം.
ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നമ്മൾ ഈ സൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ എല്ലാ കണ്ടീഷൻസും, അതായത് അപ്സ്റ്റോക്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ വെരിഫൈ ചെയ്യാന്നാണ് ഇതിന്റെ അർത്ഥം. നമുക്കിവിടെ ടേംസ് ഓഫ് സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എഗ്രി ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മളിത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആധാർ വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാണ്. നമ്മൾ ആധാറിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നോർമലി നമ്മൾ സൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ആധാർ വെച്ച് സൈൻ ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. നമ്മളിവിടെ ആധാർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻഡ് OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് നമ്പറിലാണോ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ളത്, അതായത് നിങ്ങൾ ആധാർ ഏത് നമ്പറിലാണോ, ചിലവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അപ്സ്റ്റോക്കിന്റെ ആപ്ലിക്കേഷൻ വേറെ നമ്പറിലും ആധാറിന്റെ വേറെ നമ്പറിലും ആയിരിക്കും. നമ്മൾ ആധാറിന്റെ ഏത് നമ്പറിലാണോ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, ഒരു OTP മെസ്സേജ് വരുന്നത്. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെരിഫൈ OTP പ്രസ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പം നമ്മൾ ആധാർ വെച്ചിട്ട് നമ്മളിത് വെരിഫൈ ചെയ്തിരിക്കുകയാണ്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റൊരു വിൻഡോയിലേക്ക് ഇത് റീഡയറക്റ്റ് ആയി വരുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരാണ്, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതായത് പറയുന്നത് 3-4 ദിവസത്തിനുള്ളിൽ ഈ അക്കൗണ്ട് വെരിഫൈ ആവുന്നതാണെന്നാണ് പറയുന്നത്. 3 to 4 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ SMS ആയിട്ടോ മെയിലായിട്ടോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇവിടെ അണ്ടർ റിവ്യൂ എന്നാണ് ഇപ്പോൾ ഇതിന്റെ സ്റ്റാറ്റസ് വരുന്നത്. ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഇത് അപ്രൂവ് ആകുന്നതായിരിക്കും. അടുത്തതായി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പോപ്പ് ഔട്ട് വിൻഡോ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൈൻ ചെയ്യുമ്പോൾ ആ വിൻഡോ ഓപ്പൺ ആവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് 6 മന്തിന്റെ ഇൻകം പ്രൂഫ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏത് ടെംപ്ലേറ്റിലാണ്, അതായത് എന്ത് ഫോർമാറ്റാണ് നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതാണ് ഒരു ഇൻകം പ്രൂഫിന്റെ ഫോർമാറ്റ്. അതായത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു PDF ആയിട്ട് ഇതുപോലെ ഒരു ഫോർമാറ്റ് കിട്ടും. അവിടെ ബാങ്കിന്റെ ലോഗോ ഉണ്ടാവും, പിന്നെ അക്കൗണ്ട് ഹോൾഡർ പേരുണ്ടാവും, നിങ്ങളെ IFSC കോഡ് ഉണ്ടാവും. IFSC കോഡ് ഇവിടെ കാണിക്കും. പിന്നെ 6 മാസത്തെ ഡേറ്റ് കാണിക്കും. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫ്രം 10th ഓഗസ്റ്റ് ഇതേപോലെ 6 ഏത് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് മുതൽ ബാക്കോട്ടേക്ക് 6 മാസത്തെ സ്റ്റേറ്റ്മെന്റും, പിന്നെ ഇവിടെ ഇതുപോലെ ഒരു 5,000 റുപ്പീസിന്റെ മിനിമം ക്രെഡിറ്റ് ആയ ഒരു ഇതും കൂടെ കാണിക്കണം. സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ ഏത് ബാങ്കിന്റെ ആയാലും ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതേ ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഈ പോപ്പപ്പ് എങ്ങനെയാണ് ആഡ് ചെയ്യാന്ന് സെറ്റിങ്സിൽ ഓൺ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ക്രോമിന്റെ സെറ്റിങ്സ് ഉണ്ടാവും. ഇതുപോലെ തന്നെ നമുക്കൊരു സെറ്റിങ്സ് ഉണ്ടാവും. മൊബൈൽ ആയാലും കമ്പ്യൂട്ടർ ആയാലും ഇതുപോലെ ഒരു സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റീൻ്റെ അകത്ത് പോകണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിൻ്റെ അകത്ത് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രോം ആണെങ്കിൽ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വേറെ ബ്രൗസറിൽ നിങ്ങൾ ഇതേപോലെ തന്നെ എനേബിൾ ചെയ്യേണ്ടതാണ് പോപ്പപ്സ്. സൈറ്റ് സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സൈറ്റ്സ് ക്യാൻ സെൻഡ് പോപ്പപ്സ് ആൻഡ് യൂസ് റീഡയറക്ട് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്താൽ മാത്രം മതി.